നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ജനുവരി 10-ാം തീയതി റിലീസ് ചെയ്തിട്ടുള്ള രണ്ട് സിനിമകളായിരുന്നു പേട്ടയും വിശ്വാസവും. ഇതിനകത്തുള്ള രണ്ട് താരങ്ങളും നമുക്ക് പ്രിയപ്പെട്ട താരങ്ങളാണ്. ഒന്ന് രജനികാന്തിന്റെ സിനിമയാണ്, മറ്റേത് തല അജിത്തിന്റെ സിനിമയാണ്. ഈ രണ്ട് സിനിമകളുടെയും ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പേട്ട എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയാം. പേട്ട എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. കാരണം രജനികാന്തിന്റെ കുറച്ച് സിനിമകൾ, അതായത് മുൻപേ ഇറങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകൾ വലിയ തോതിൽ ബോക്സ് ഓഫീസിൽ വിജയം കാണാതെ പോയിട്ടുള്ള സിനിമയാണ്. ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയെങ്കിലും പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കാതെ പോയിട്ടുള്ള സിനിമയാണ്. നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഒരു രജനികാന്തിന്റെ സിനിമ കാണുന്നത് അത് രജനികാന്തിന്റെ മാസ് ഹീറോയിസവും രജനിസവും കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഈ സിനിമകളിലൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പേട്ട എന്ന് പറഞ്ഞ സിനിമയിലൂടെ അത് തിരിച്ചു കൊണ്ടുവരാൻ കാർത്തിക് സുബരാജിന് സാധിച്ചു. അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഈ സിനിമ കാണാൻ പോയിട്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം നേരത്തെ തന്നെ ഈ സിനിമയുടെ ഷോസും കാര്യങ്ങളൊക്കെ ഹൗസ്ഫുൾ ആയിട്ട് മാറിയിരുന്നു. പക്ഷേ ആദ്യ ദിനത്തിൽ ആ രീതിയിലുള്ള റെസ്പോൺസ് സിനിമയ്ക്ക് ലഭിച്ചിരുന്നില്ല. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിശ്വാസത്തിന് മുന്നേ ശിവയും അതുപോലെ തന്നെ അജിത്തും ഒന്നിച്ചിട്ടുള്ള വിവേകം എന്ന് പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതിനു മുന്നേ ഇവർ രണ്ട് ഹിറ്റുകൾ സൃഷ്ടിച്ചെങ്കിലും വിവേകം എന്ന് പറഞ്ഞുള്ള ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ടുള്ള സിനിമയ്ക്ക് ശേഷമാണ് ഇവർ വിശ്വാസം എന്ന് പറഞ്ഞുള്ള ഒരു സിനിമയുമായിട്ട് വരുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞ സിനിമയ്ക്കും അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. പേട്ടയെ പോലെ തന്നെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുന്നു. പക്ഷേ അതിനേക്കാൾ, അതായത് വിശ്വാസത്തെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന സിനിമയായിട്ട് പേട്ട വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ, ആദ്യ ദിനത്തിൽ രജനിയുടെ പേട്ടയേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ വിശ്വാസത്തിന് സാധിച്ചു. അത് തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വിശ്വാസത്തിന് 26 കോടി രൂപ ലഭിച്ചപ്പോൾ നമ്മുടെ രജനികാന്തിന്റെ പേട്ടയ്ക്ക് ലഭിച്ചത് 23 കോടി രൂപയാണ്. കുറെ അധികം കാലത്തിന് ശേഷമാണ് ഒരു രജനികാന്ത് സിനിമയെ പിന്തള്ളിക്കൊണ്ട് മറ്റൊരു സിനിമ ആദ്യ ദിനത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടുതൽ നേടുന്നത്. രജനികാന്ത് സിനിമകളുടെ കൂടെ മത്സരിക്കാൻ മറ്റു സിനിമകൾ ഉണ്ടാവാറില്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ രജനികാന്തിന്റെ സിനിമയ്ക്കായിരുന്നു കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിക്കാറുള്ളത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും ആദ്യമായിട്ട്, അല്ലെങ്കിൽ കുറെ 27 വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് ഇത്തരത്തിലൊരു കളക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് തല അജിത്തിന്റെ വിശ്വാസം 26 കോടി രൂപ കളക്ട് ചെയ്യുന്നു. അതേസമയം രജനികാന്തിന്റെ സിനിമയ്ക്ക് 23 കോടി രൂപ മാത്രമേ ലഭിച്ചുള്ളൂ. പിന്നീടുള്ള ദിവസങ്ങളിൽ രജനികാന്തിന്റെ പേട്ട എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കൂടുതൽ കളക്ഷൻ ലഭിച്ചിട്ടുള്ളത്. ആഗോള തലത്തിൽ ലഭിച്ചിട്ടുള്ളത് 4 ദിവസം കൊണ്ട് 100 കോടി രൂപയാണ്. 111 കോടി രൂപ 4 ദിവസം കൊണ്ട് പേട്ട എന്ന് പറഞ്ഞ സിനിമ കളക്ട് ചെയ്തു. അതേസമയം 4 ദിവസം കൊണ്ട് വിശ്വാസം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലഭിച്ചത് 97 കോടി രൂപ മാത്രമായിരുന്നു. പിന്നീട് 5-ാം ദിവസമാണ് വിശ്വാസം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 109 കോടി രൂപ കളക്ഷൻ ലഭിക്കുന്നത്. 5-ാം ദിവസമാണ് വിശ്വാസം എന്ന് പറഞ്ഞ സിനിമ 100 കോടി ക്ലബിൽ കയറുന്നത്. രജനികാന്തിന്റെ പേട്ട 4 ദിവസം കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ കയറുന്ന സിനിമയായിട്ട് മാറി. ഇപ്പോഴും പേട്ട എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കൂടുതൽ കളക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടു പുറകെ തന്നെ വിശ്വാസം എന്ന് പറഞ്ഞ സിനിമയും കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ട് സിനിമയും പൊങ്കൽ റിലീസായിട്ട് വരികയും പൊങ്കലിന് നല്ല റെസ്പോൺസ് ലഭിക്കുകയും ചെയ്തുള്ള സിനിമയാണ്. ഇനി കൂടുതൽ കളക്ഷൻ നേടുകയും ഇത് വലിയ രീതിയിലുള്ള റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാനും സാധ്യതയുള്ള സിനിമയായിട്ടാണ് പേട്ട വിലയിരുത്തപ്പെടുന്നത്. പേട്ട എന്തായാലും പല കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത്രയധികം നല്ല റെസ്പോൺസ് സിനിമയ്ക്ക് ലഭിക്കുന്നു. രജനികാന്തിനെ കുറെ അധികം കാലങ്ങൾക്ക് ശേഷം നമുക്ക് പഴയ ഒരു 90കളിലൊക്കെ നമ്മൾ കണ്ട രജനികാന്തിന്റെ ഒരു പ്രഭാവം ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ രണ്ട് സിനിമകൾക്കും പോസിറ്റീവ് റിവ്യൂസും കാര്യങ്ങളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്റർ കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സിനിമകളും. തുടർന്നുള്ള ദിവസങ്ങളിൽ കളക്ഷൻ കൂടുതൽ ലഭിക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും ലഭിക്കുകയാണെങ്കിൽ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.